നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്കത് അവൈലബിൾ ആണ്. പക്ഷെ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ക്രിയേറ്റ്, നമുക്ക് നെയിം സ്ലിപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ ഇവിടെ നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്യുന്നു. നെയിം സ്ലിപ്പ് വിത്ത് ഫോട്ടോ ഉണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളതും കാണാം, പ്രീമിയം കാണാം. നിങ്ങൾ പ്രീമിയം മെമ്പർ അല്ല, ക്യാൻവയിൽ പ്രീമിയം പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും വേർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇമേജിനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കാണാം മുകളിൽ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് ഫോട്ടോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ക്യാമറ റോൾ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു പേജ് കൊടുക്കുന്നു. ഇത് ഞാൻ കുറച്ച് വലുതാക്കുന്നു. ഓക്കെ, ഇത് എനിക്കിപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ താഴെ കാണാം BG റിമൂവ്. ഇത് നിങ്ങൾ പ്രീമിയം മെമ്പർ ആണെങ്കിൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പ്രീമിയം മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഇമേജ് അപ്ലോഡ് ചെയ്താൽ മതി. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിന്റെ താഴെ ഒരു ലിങ്ക് കാണും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നത് കാണാം. ഓക്കെ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഫോട്ടോ ഇതേപോലെ സെറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ കുട്ടിയുടെ എന്താണ് പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് ഈ കുട്ടിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ക്ലാസ്സും ഇതേപോലെ കൊടുക്കുന്നു. ചെയ്തിട്ട് ഞാൻ അവിടെ കറക്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്കിതിന്റെ സ്കൂൾ നെയിമും കൂടെ കൊടുക്കാം. സ്കൂൾ നെയിമും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ സ്കൂളിന്റെ ഇതും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു. സ്കൂളിന്റെ നെയിം കുറച്ച് വലുതായത് കൊണ്ട് ഇത് കുറച്ച് താഴോട്ടേക്ക് ആക്കിയിട്ട് ഇവിടെ കറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കുന്നു. സബ്ജക്റ്റ് നിങ്ങൾ ഒരുപാട് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സബ്ജക്റ്റ് ഞാൻ വെക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പണിയല്ലോ, ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീത്തെ ഡൗൺലോഡ് ആയിക്കും കാണാം. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രീൻ വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഗാലറിയിൽ സേവ് ചെയ്യണം.